Hello and welcome to Food to See You. This is me, Anne Benjamin, like all of you all know, and this is the favorite show that you all like, Food to See You, on Kappa TV. And we're right now in Crown Plaza, and this restaurant is called Trilogy, and this is Narden specialty cuisine restaurant. It's on the ground floor itself, and like all of you can see the decor over here. This is like all Narden like, you know, what our grandparents, our old folks used to use, and everything is here, right here. So puttinte saanangal everything is here. I guess this is a speciality over here in Kerala. Narden food and speciality airikana ivide. And right now I'm waiting for chef to come in. He is actually busy at the buffet up, so he said he will come. Poikyo and po introduction ke edutonu vanunde, so I'm right here. Hi Anne. ഞാൻ പറഞ്ഞോണ്ടിരുന്നപ്പോൾ തന്നെ വന്നല്ലോ. Alright. Okay, so chef ഭയങ്കര busy ആയിരുന്നു തോന്നുന്നല്ലോ. ബ്രേക്ക്ഫാസ്റ്റിൻ്റെതായിട്ടുള്ള കുറച്ച് തിരക്കുണ്ടായിരുന്നു. ഗസ്റ്റിൻ്റെ ഒക്കെ ടൈം ആണോ ഇപ്പം? ലൈക്ക് ബിനാലെ റീസൺസ് കാരണം ഇവിടെ ഒത്തിരി ആൾക്കാരുണ്ട്. അത് മാത്രമല്ല, അല്ലെങ്കിൽ ടൂറിസ്റ്റ് സീസൺ ആണല്ലോ ഇപ്പോൾ. മീൻസ് ജനുവരി, ഫെബ്രുവരി, ഡിസംബർ കഴിഞ്ഞാൽ അതിൻ്റെ ഒരു യൂറോപ്യൻ ക്രൗഡ്സ് ഒത്തിരി ഉണ്ട് അല്ലേ? ഐ കൻ സീ ലൈക്ക് ഇന്ന് ഞാൻ വന്നപ്പോൾ ലോബിയിൽ ഇഷ്ടം പോലെ ലൈക്ക് യു നോ ദെയർ ലോട്ട് ഓഫ് യൂറോപ്യൻ പീപ്പിൾ ഓവർ ഹിയർ, സോ ദാറ്റ് മീൻസ് വെരി ഗുഡ്. സോ എങ്ങനെയുണ്ട് ബാക്കിയുള്ള കാര്യം? ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്തു, ന്യൂ ഇയർ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇപ്പോൾ സോഷ്യൽ ഇവന്റ്സിൻ്റെയും കോർപ്പറേറ്റ് ഇവന്റ്സിൻ്റെ ഒക്കെ ഒരുപാട് ഇവന്റ്സ് ഉണ്ട്. വെഡിങ് സീസൺ ആയി, നോയമ്പൊക്കെ മാറി വെഡിങ് സീസൺസ് ആയി, സോ ഇറ്റ്സ് ലൈക്ക് ഫുൾ ഓൺ റഷ് ആയിരിക്കും അല്ലേ ഇപ്പോൾ ഇവിടെ? ദാറ്റ്സ് നൈസ്. അപ്പോൾ നമ്മളിന്ന് പോകുന്ന വീടിനെ കുറിച്ച് ഞാൻ പറയാം. വി ഗോയിങ് ടു പാർവതീസ് ഹൗസ്. പുള്ളിക്കാരത്തി ഷീസ് ഇൻ ടു ഓൺലൈൻ ഫുഡ് പ്രൊമോഷൻ എന്തോ പരിപാടീസ് ആണ്, അഗൈൻ ഫുഡാണ്. സോ ഈസി ഫോർ മീ, ഈസി ഫോർ യു, മേ ബി ടഫ് ഫോർ യു ഓൾസോ, പറയാൻ പറ്റത്തില്ല. സോ നമുക്ക് അവിടെ വീട്ടിൽ പോയി നോക്കാം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം, ആൻഡ് വിൽ ഗെറ്റ് ദ ഡീറ്റെയിൽസ് ഫ്രം ദം ഇറ്റ്സെൽഫ്. ഓക്കെ, സോ വിൽ സീ യു ദേർ ഇൻ ദ ഹൗസ്. സോ ഞാൻ പറഞ്ഞ വീട് ഇതാണ്. ഹായ്, ഇതാണ് പാർവതി. സോ ഇതാണ് പാർവതി, ആൻഡ് ഇതാണ് ഷെഫ് ഫ്രം ക്രൗൺ പ്ലാസ. ഹിസ് നെയിം ഇസ് കലേഷ്. അപ്പോൾ പാർവതി ഇസ് ബേസിക്കലി ഇൻ ടു ഫുഡിൻ്റെ ഒരു ഓൺലൈൻ ബിസിനസ്സാണ് ചെയ്യുന്നത്. യു ക്യാൻ ഡിസ്ക്രൈബ് അബൌട്ട് ഇറ്റ്. പറഞ്ഞു എത്ര നാളായി തുടങ്ങിയിട്ട്, ഹൗ ഡിഡ് യു ഗെറ്റ് ഇൻ ടു ഇറ്റ്, ഇതെല്ലാം പറഞ്ഞു. 10 months ആയി സ്റ്റാർട്ട് ചെയ്തത്. ബേസിക്കലി എന്താണ് ചെയ്യുന്നത്? അത് ഹോം ഷെഫ്സിനുള്ള ഒരു അഗ്രിഗേറ്റ് പ്ലാറ്റ്ഫോമാണ്. നന്നായി ഫുഡ് ഉണ്ടാക്കാൻ അറിയാവുന്നവർക്ക് അവരുടെ ഫുഡ് ഐറ്റംസ് ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു പോർട്ടലാണ് ടേസ്റ്റ് എന്ന് പറയുന്നത്. അവർക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യാം. അവർ നമ്മുടെ ഗവൺമെന്റ് റെഗുലേഷൻസ് അനുസരിച്ചുള്ള ലൈസൻസ് ഒക്കെ എടുക്കാം. ടേസ്റ്റിന്റെ ഒരു ട്രെയിനിങ് ഉണ്ടാവും, എങ്ങനെ പാക്ക് ചെയ്യണം, എത്ര ക്വാണ്ടിറ്റി യൂസ് ചെയ്യണം, അങ്ങനത്തെ പാക്കിങ്ങിൽ. പിന്നെ ഹോം മെയ്ഡ് മസാലാസ് യൂസ് ചെയ്യാൻ പാടും, എല്ലാം ഹോം മെയ്ഡ് ആയിരിക്കും. അങ്ങനെ ഹോം മെയ്ഡ് ആയിട്ടുള്ള ഇതെല്ലാം ലഭിക്കുന്ന ഒരു എക്സ്പെൻസീവ് പോർട്ടലാണ് ടേസ്റ്റ്. How did you get into this? എങ്ങനെ ഇതിനകത്ത് കയറിയത്? ലൈക്ക് ഞങ്ങൾ സ്റ്റാർട്ട്, ഞാൻ രാകേഷ് ഓക്കെ, ഞങ്ങൾ പുറയിൽ ഒരാളും കൂടെ ഉണ്ട്, അതും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തോ. ഇത് അനിയത്തിയാണ്, ഇത് ഗൗരി. ഓക്കെ. റെസ്റ്റോറൻറ്റിലേക്ക് ഞങ്ങൾ സ്റ്റാർട്ടപ്സിൽ പല ഐഡിയാസ് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. കുറേ പോർട്ടൽസും കുറേ ഇതൊക്കെ ചെയ്ത് ട്രയൽ ആൻഡ് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇവിടെ ടേസ്റ്റ് ചെയ്തിട്ട് നിൽക്കുന്നത്. അപ്പം റെസ്റ്റോറൻറ്റ് നീഡ്സിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഡീലിൻ്റെ ഓഫേഴ്സ് കൂടുമ്പം അവരുടെ ക്വാളിറ്റി അഷുറൻസ്, അവർ ബൾക്കായിട്ടുള്ളൊരു കുറേ ഐറ്റം വളരെ നിസ്സാര എമൗണ്ടിന് അവർ ഓഫർ ചെയ്യാൻ പറയുമ്പോൾ ക്വാളിറ്റി ഭയങ്കരമായിട്ട് ഡിമിനിഷ് ആവും. അപ്പം ആൾക്കാർ പിന്നെ ഒരു കൺസിസ്റ്റൻറ്റ് ക്വാളിറ്റി കിട്ടില്ല. ഹോം മെയ്ഡിൻ്റെതായ രീതിയിൽ അവൈലബിൾ ആയിട്ട് ഇപ്പോൾ വീട്ടിലെ ഫുഡ് എന്ന് പറഞ്ഞിട്ട് ഒത്തിരി ഇതുണ്ട്, ബട്ട് ആ കറക്റ്റ് ക്വാളിറ്റി ഉണ്ടാവില്ല. അവരൊരു ബൾക്ക് ചിലപ്പോൾ ബംഗാളി ആയിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത്, പറയുന്നത് മാത്രം അങ്ങനെ ഉണ്ടാവും. ആ ഒരു ഇതിന് സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് ടേസ്റ്റ് വന്നത്. ടേസ്റ്റ് അത് ഇതെന്ന് പറയുന്നത് അവരുടെ വീട്ടിലുള്ള മിനിമം പാത്രത്തിൽ ഒരു മാക്സിമം 5 to 6 ആൾക്കാർക്കുള്ള ഭക്ഷണമാണ് ഒരു വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അത് വീട്ടിൽ നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണോ അതേ ക്വാളിറ്റിയിൽ, അതേ ക്വാണ്ടിറ്റി ക്വാളിറ്റിയിൽ അവർക്കത് സസ്റ്റെയിൻ ചെയ്യുന്നത്. അങ്ങനെയാണ് ഇതൊരു പ്രവർത്തന രീതി. എങ്ങനെ പോകുന്നുണ്ട്? നന്നായി പോകും. 10 months ആയിട്ടുണ്ട് അല്ലേ തുടങ്ങി? ജനുവരി ആക്ച്വലി അതൊരു ഡിജിറ്റൽ സപ്പോർട്ടീവ് പ്ലാറ്റ്ഫോം കൂടിയാണ്. ഓക്കെ, നമുക്കിപ്പം വീട്ടിലിരുന്ന് ഏൺ ചെയ്യാമെന്നുള്ളൊരു പോസിറ്റീവ് അഡ്വാൻറ്റേജും കൂടിയാണ് അതിനകത്തുണ്ട്.
പിന്നെ ഹോം മെയ്ഡ് എന്ന് പറഞ്ഞൊരു വേർഡിന് ഭയങ്കര ഒരു ഭയങ്കര ഇതാ ഹോം മെയ്ഡ് ഓർഗാനിക് ഇതൊക്കെ ഭയങ്കരമായിട്ട് പോകുന്ന ഒരു സംഭവമാണ്. എല്ലാവരും ഭയങ്കര ഹെൽത്തിലി ഭയങ്കര Yeah, that's true. കെയർ ചെയ്യുന്ന കാലഘട്ടത്തിലോട്ട് വരുന്നു. പിന്നെ ഹോം മെയ്ഡ് എന്നുള്ള വാക്കിട്ട് പിന്നെ അതിൽ കുറെ ന്യൂസുകളും നമ്മളിപ്പം ഫുഡിനെ പറ്റി ഇപ്പോൾ ഹോട്ടൽസിന്റെ ബാക്ക് എൻഡിലെ ന്യൂസുകളൊന്നും അത്ര നല്ലതല്ല എന്നുള്ളതുകൊണ്ട് ആൾക്കാർ ഇതിനകത്ത് ഒന്നും ചേർക്കില്ല എന്നൊരു കോൺഫിഡൻസ് ബ്രാൻഡിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയതുകൊണ്ട് ടേസ്റ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിന് ഇപ്പം ഞങ്ങൾ പ്രിസർവേറ്റീവ് ചേർക്കില്ല എന്ന് 100% അവർക്ക് ആ ഒരു കോൺഫിഡൻസ് ഞങ്ങൾക്ക് പാസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് 1 ഇയറിനുള്ളിൽ. ഇപ്പൊ അന്നേരം ഒരു സെറ്റ് ഓഫ് കസ്റ്റമേഴ്സ് ഉണ്ട് കൊടുക്കുന്നതായിട്ടുള്ള. ഓക്കെ, പ്രീമിയം ലെവലിൽ സെറ്റ് ഓഫ് കസ്റ്റമേഴ്സ് ഉണ്ട്. അവരെല്ലാവരും എൻ്റെ ഏറ്റവും നല്ലൊരു പോസിറ്റീവ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 95% കസ്റ്റമർ റിപ്പീറ്റിംഗ് ആണ്. അത് ഞങ്ങൾക്ക് ഭയങ്കര ടേസ്റ്റ് നല്ല ആയതുകൊണ്ടുള്ളതാണ് റിപ്പീറ്റേഷൻ വരുന്നത് തന്നെ. ടേസ്റ്റ് മാത്രമല്ല ഞങ്ങൾ ക്വാളിറ്റി പാക്കഡിലും ഇപ്പോൾ പാക്കിങ്ങിലും ഞങ്ങൾ അത്രയും ക്വാളിറ്റിയും അത്രയും കെയറും ഓരോ ഷെഫിൻ്റെ അടുത്തും ഭയങ്കരമായിട്ട് ഞങ്ങൾ ഇൻസിസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മീൻസ് നമുക്ക് മേടിക്കുന്ന കസ്റ്റമറെ റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള, കാരണം അവർ അതിനനുസരിച്ചുള്ളൊരു പേയ്മെന്റും ഒന്നും പ്രോബ്ലം അല്ലാത്ത രീതിയിലുള്ള പ്രീമിയം ലെവൽ കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. കാരണം ഹോം മെയ്ഡ് നല്ല ഫുഡ് കിട്ടുവാണെങ്കിൽ ഞങ്ങൾക്ക് പേയ്മെന്റ് ഒന്നും പ്രോബ്ലം അല്ലാത്ത രീതിയിലുള്ള കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. ആ രീതിയിലുള്ള സോ ഓൺ എ ഡെയിലി ബേസിസും കൊടുക്കാറുണ്ടോ? ബേസിസും കൊടുക്കാറുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അത് ഇവിടെയല്ല ചെയ്യുന്നത്. ഞാൻ സബ്സ്ക്രിപ്ഷൻ മോഡൽ ഓഫർ ചെയ്തിട്ടുള്ളൂ. 30 days ഒന്നും ഇപ്പം ഓഫർ ചെയ്യാറില്ല. 5 days ഒക്കെ മാക്സിമം ഓഫർ ചെയ്യും. കാരണം ഈ ഷെഫ് എന്ന് പറഞ്ഞ മെന്റൽ സ്റ്റേജിൽ നിൽക്കുമ്പോൾ 30 days നമ്മൾ അവരെ ലോക്ക് ചെയ്ത് ഇടേണ്ടി വരും സബ്സ്ക്രിപ്ഷൻ ബേസിൽ. 5 days നമ്മൾ അവർക്ക് ക്വാളിറ്റി ഞങ്ങൾ പല ട്രയൽ ആൻഡ് എറർ മെത്തേഡ് കൂടിയാണ് ഇപ്പോൾ ഇതുവരെ എത്തിക്കുന്നത്. അതായത് 30 days ഞങ്ങൾ പണ്ട് 30 days സബ്സ്ക്രിപ്ഷൻ പിടിക്കുമായിരുന്നു. അപ്പോൾ 30 days ആക്ച്വലി കസ്റ്റമർ ലെവലിൽ ഭയങ്കര ബെനിഫിറ്റ് ആണ്. 30 days അവർ ഓർഡർ ചെയ്തിടും. 30 days കൊണ്ട് ഇപ്പം ആക്ച്വലി അവർക്ക് സുഖമാണ്. 30 days മെനു ഒക്കെ എങ്ങനെയായിരിക്കും? മെനു ഡെയിലി നോർമൽ ലഞ്ച് ആണെങ്കിലും എല്ലാ ദിവസവും അതിന്റെ കറി വേരി ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ സാമ്പാർ ആ ഒരു കോമ്പിനേഷൻ ആയിരിക്കില്ല. ചക്കക്കുരു, മുരിങ്ങയില, അങ്ങനെ ഭയങ്കര നാടനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളതായിരിക്കും ലഞ്ച് മെനുവിൽ വരിക. സാലഡ്സ് ആണെങ്കിൽ ലഞ്ച്, ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റ് സാലഡ്സ് ഉണ്ട്, സ്നാക്സ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടോ? ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. സോ ഐ മീൻ ആക്ച്വലി ആർക്കെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണേ ദേ ക്യാൻ ഡു ഇറ്റ് ഓൾസോ. നോ ദ നെയിം ഇസ് ടേസ്റ്റ് ജെറ്റ് ഓൺ ഫേസ്ബുക്കിലുണ്ട്. സൈറ്റിൻ്റെ പേജ്. സോ യു ക്യാൻ ഹാവ് എ ലുക്ക് അറ്റ് ഇറ്റ്. സോ ഞങ്ങൾ ആദ്യമേ കിച്ചൺ കൊണ്ടുപോയി കാണിക്കും. ഇനി നോക്കട്ടെ എത്ര വലിയൊരു ആളുടെ വീട്ടിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. കിച്ചൺ കൊണ്ടുപോയി കാണിച്ചാണ്. എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. എല്ലാ വെജിറ്റബിൾസും എല്ലാം ഇവിടെ. ഓലിവ് ഓയിലും എല്ലാം ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്.